ഇനി നമ്മൾ അയ്യന്തോൾ ദേശത്തേക്കാണ് പോകുന്നത്. അവിടെ സ്വാലിഹുണ്ട്. സ്വാലിഹ്, നേരത്തെ വിയ്യൂർ ദേശത്ത് നിന്ന് മനുവും ശരത്വങ്ങല്ലൂരും ചേർന്നിരുന്നു. അയ്യന്തോൾ ദേശത്താണ് സ്വാലിഹുള്ളത്, അതായത് പുപ്പുലികളുടെ ദേശത്ത് അല്ലേ? ജിംഷാദ്, ഞാൻ നിൽക്കുന്നത് പാട്ടുരാക്കൽ ദേശത്തിനൊപ്പമാണ്. ഇപ്പോൾ ഇവർ സംഘമായി ഇതാ പുലികൾ ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായി ഇതാ ചെറിയ പുലികളൊക്കെ ഉണ്ട് നമ്മളോടൊപ്പം. എന്താ പേര്? ക്ഷീണിച്ചോ? ക്ഷീണായോ? ഇല്ല. എന്താ കളിക്കാത്ത? തവണ ആദ്യമായിട്ടാണോ? അല്ലല്ല, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് പറ. എന്താണ്, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാ. എല്ലാ വർഷവും വീട്ടില് ആരൊക്കെ ഉണ്ട്? പുലികളുണ്ടോ വീട്ടിൽ? അച്ഛനുണ്ടോ? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി. എല്ലാരും കാണാൻ വന്നിട്ടുണ്ടോ? ഹായ്, എന്തുണ്ട്? അച്ഛനൊപ്പം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് ആവേശം? എങ്ങനെയുണ്ട്? ഇത്തവണ കപ്പൊക്കെ ഉണ്ട് ഈ പാട്ടുരാക്കൽ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത്? പിന്നെന്താ, പാട്ടുരാക്കൽ ദേശത്തിൽ അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ കപ്പടിക്കോ? ഉറപ്പാണ്. തീർച്ചയായും. എങ്ങനെയുണ്ടാ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? എപ്പോഴാ രാവിലെ എപ്പോഴാ ചായ ഒക്കെ തേക്കാൻ തുടങ്ങിയ? ഒരു 7 മണി 8 മണിക്കാകുമ്പോഴേക്കും തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ചോ? ആവേശാണോ? എന്നിട്ട് ഇനി നമ്മൾ എവിടേക്കാ നേരെ എത്തും? എവിടേക്കാ? ഗ്രൗണ്ടിലേക്ക് എത്തും. ഗ്രൗണ്ടില് അവിടെയാണോ കളി? അവിടെ നമ്മൾ തകർക്കൂലേ? തീർച്ചയായും. ഇതാ എങ്ങനെ പിന്നെ അടിച്ച് പൊളിച്ച് തകർത്ത് നമ്മൾ കപ്പും കൊണ്ട് പോവും. തീർച്ചയായും. വലിയ ആവേശം. കുട്ടികൾക്കൊക്കെ വലിയ ആവേശത്തിലാണ്. ചെറിയ പുലികളുണ്ട്, അതുപോലെ തന്നെ വലിയ സ്ത്രീകളുണ്ട്. എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ്. 51 പേരടങ്ങുന്ന സംഘം. ഏത് 9 ദേശങ്ങളിൽ നിന്നായി ഇപ്പോഴും വരുന്നുണ്ട്. എന്താ പേരെങ്ങനെയാ? കൃഷ്ണ. നല്ല ആവേശത്തിലാണല്ലോ. രാവിലെ തുടങ്ങിയായിരുന്നാണോ ഒരുക്കങ്ങളൊക്കെ? രാവിലെ തന്നെ തുടങ്ങി. ഇനി ഗ്രൗണ്ടിൽ പോയി തകർക്കണ്ടേ? അപ്പോഴേക്ക് ക്ഷീണിക്കോ? റൗണ്ടിൽ ആളുകളൊക്കെ കുറെ കാത്തു നിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇതാ ഇങ്ങനെ ആവേശത്തിൽ പുലിക്കുട്ടികൾ, സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്ന വലിയ സംഘം സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് 4:30-ക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നത്. അതിനുശേഷം പിന്നീട് നമുക്ക് ഈ റൗണ്ടിൽ ഇതിൻ്റെ മുഴുവൻ ടീമുകളും ഇങ്ങോട്ട് എത്തിയതിനു ശേഷം, അതായത് 9 ടീമുകളാണ് ഇത്തവണ, ഈ 9 സംഘം കൂടി എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു മുഴുവൻ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അജിംഷാദ്, അങ്ങനെ ഓരോ ദേശങ്ങളും തീർക്കുന്ന വലിയ സൗന്ദര്യം, അതാണ് സാംസ്കാരികമായി സമ്മേളിക്കാൻ പോകുന്നത്. പുലികളി എന്നത് അവരുടെ മാത്രം ഒരു ആവേശമല്ല. യഥാർത്ഥത്തിൽ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു അവസാനമായിട്ടാണ് ഈ പുലികളിയെ കേരളമൊട്ടാകെ കാണുന്നത്. തൃശ്ശൂരിൽ വലിയ അർത്ഥത്തിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തൃശ്ശൂർ പുലിക്കളി എന്നത് ദേശം കടക്കുന്ന ഈ നാടിൻ്റെ മുഴുവൻ ഉള്ള ഒരു അഭിമാനത്തിൻ്റെ സാംസ്കാരിക ഉത്സവം കൂടിയാണ്. ആ പൈതൃകവും അതിൻ്റെ ചരിത്രവും ഒക്കെ കൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് ഓർക്കാം, സൂചിപ്പിക്കാം. സ്വാലിഹ്, തീർച്ചയായും നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരു സൗന്ദര്യം ഈ പരിപാടികളൊക്കെ തന്നെയാണ് നമുക്ക് കാണാം. റോഡിൻ്റെയൊക്കെ ഇരുവശങ്ങളിലും വലിയ ആൾക്കൂട്ടം. നമുക്ക് ഈ പാട്ടുരായ്ക്കൽ നിന്ന് ഇത് തുടങ്ങി വരുമ്പോഴുണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ ആവേശം നമുക്ക് കാണുന്നത്. ഇത് ഏതാണ്ട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര വലിയ ഒരു കഴിഞ്ഞ വർഷം നമുക്കറിയാം, ചുരൽമലയൊക്കെ ആയിട്ട് പലരും ഇതിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് ആവേശമൊക്കെ? തീർച്ചയായും ഞങ്ങൾ നല്ല ആവേശത്തിൽ തന്നെയാണ്. നമ്മുടെ ടീമും നമുക്ക് ഇപ്രാവശ്യം എന്താ പറയുക, നല്ലൊരു ആവേശത്തോടു കൂടിയിട്ട് തന്നെയാണ്. കൊട്ടോടും വാദ്യത്തോടും കുട്ടിപ്പുലികളും
സ്ത്രീകളുടെ ഇതും ആർട്ടിസ്റ്റുകളുടെ ഇതും എല്ലാം നമുക്ക് വളരെയധികം പ്രചോദനം നൽകിക്കൊണ്ടാണ് നമ്മൾ വരവേൽക്കുന്നത്. ഇത്തവണ നമ്മൾ കപ്പ് പാട്ടുരാക്കൽക്കാണെന്ന് കേട്ടു. പാട്ടുരാക്കലിന്റെ ശേഷം എല്ലാ കൊല്ലവും പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും അടുത്ത വർഷങ്ങളിലും മുൻപോട്ട് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായും പാട്ടുരാക്കൽ അവർ വലിയൊരു പ്രതീക്ഷയിലാണ്, വലിയൊരു ആവേശത്തിലാണ്. അടുത്ത വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്ന ഒരു ആവേശത്തിലാണ്. കഴിഞ്ഞ വർഷം നമുക്ക് അയ്യന്തോളം ഉൾപ്പെടെയുള്ള വലിയ ടീമുകൾ മാറി നിൽക്കുന്ന ഈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അവർ അതിലേക്ക് സംഭാവന നൽകി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 7 ടീമുകളാണ് ഉണ്ടായിരുന്നത്. അതിനു മുൻപ് 5 ടീമുകളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 9 ടീമുകൾ. അങ്ങനെ ഒരു മുഴുവൻ സമയ ആവേശം തൃശ്ശൂർ അലതല്ലുന്ന ഒരു ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ ഇങ്ങനെ ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാത്തു നിൽക്കുന്നു. അങ്ങനെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പുലികളായി എത്തുന്നു. അവരുടെയൊക്കെ ആവേശമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത്. പൂരത്തിനൊക്കെ സമാനമായ ഒരു ആവേശം തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അത്ര ഒരു ആവശ്യം. എവിടെയാണ് സ്ഥലം? ഞാൻ ഇവിടെ കൊല്ലന്നൂറോടെ ഈ ദേശത്തിന്റെ ആളാണ്. കൊല്ലന്നൂറ് 10-25 കൊല്ലം ഇതിന്റെ കൂടെ എല്ലാ 25 വർഷമായിട്ട് കൂടെയുള്ള 10-40 കൊല്ലം. ഞാൻ ഗിരിജാനോടെ വീട്, ഗിരിജയുടെ വീട്. ഇപ്പോൾ ഓട്ടോറിക്ക് പോയിട്ടില്ല. എല്ലാ കൊല്ലം അതിലുണ്ടാവും. ടേബിളിൽ കയറും, വേഷം വരയ്ക്കും, എല്ലാ കാര്യം ചെയ്യും. കുട്ടി പ്രായം തൊട്ട് തന്നെയാണ്. 50 വർഷത്തിന് മേലെ 50 വർഷത്തിന് മേലെ ആള് എങ്ങനെയാണ് മാറിയിട്ട് 20 വർഷമായിട്ട് ആളിവിടുന്ന് മാറിയിട്ട്. പക്ഷെ ഇപ്പോഴും ഇവിടെ വരും. ഇവിടെ എത്താണ് എന്ത് സംഭവിച്ചത്? ഓണം അതിന്റെ വരയ്ക്കും, ടേബിളിൽ കയറും, എല്ലാം ചെയ്യും. അടുത്ത കൊല്ലം ഗംഭീരാവണം എന്നാണ് ആഗ്രഹം. ഉണ്ടാവും. തീർച്ചയായും അടുത്ത തവണ നമുക്ക് പാട്ടുരാക്കൽ കപ്പടിക്കുന്നൊക്കെയാണ് ഇവര് പറയുന്നത്. ഈ കുട്ടി തീർച്ചയായും തീർച്ചയായും ഇങ്ങനെ ഇതാ വലിയ ആവേശം. നമുക്ക് ഒരു എന്താ പറയുക, രാജ്യാതിർത്തികൾ കടന്നുള്ള ഒരു ആവേശം എന്നൊക്കെ പറയാം. അത്രമേൽ വിദേശത്തു നിന്നൊക്കെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെ കൂടുതൽ പേർ ഇതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ആവേശത്തിൽ പങ്കുചേർന്ന് റോഡിൻ്റെ ഒക്കെ ഇരു വശങ്ങളിലും ഈ പുലികളെ കാത്തു നിൽക്കുന്നു, പുലികളോടൊപ്പം നടക്കുന്നു. നമുക്ക് ഇതാ അജിംഷാദെ കുറച്ച് വലിയ പുലികളൊക്കെ ഉണ്ട്. എന്താണ് റൗണ്ടിൽ ചെന്നിട്ട് കളിക്കാന്ന് വിചാരിച്ചിട്ടാണോ? ഫുൾ പവർ ആവേശമാണ്. റൗണ്ടിലാണ് ഇനി ഒരു മുഴുവൻ ആരംഭം. തീർച്ചയായും ഇതാ ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ തുടങ്ങുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പുലികൾ എന്ന് പറഞ്ഞ ആവശ്യത്തിലാണ്, തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഓണാണ്. തൃശ്ശൂരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുലിക്കളിയാണ്, പിന്നെ പൂരാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം, ഞങ്ങളുടെ ആഘോഷം ഇതാണ്. തീർച്ചയായും ആ തൃശ്ശൂർക്കാർക്ക് പുലിക്കളിയൊന്നും മാത്രമല്ല, വലിയൊരു ആവേശം എല്ലാവരും ഉണ്ട്. എവിടെ നിന്നാണ്? ഞങ്ങള് തൃശ്ശൂര് കേരള. എല്ലാ വർഷവും വരാറുണ്ടോ? ഇപ്പൊ വരാറുണ്ട്. അങ്ങനെ വലിയ ആവേശമുണ്ടോ? ആവേശം. ഇത്തവണ കുറെ ടീമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണ്ടേ നമുക്ക്? സ്വരാജ് റൗണ്ടിൽ അടിച്ചു പൊളിക്കാനാണ് പരിപാടി. ടീമാണ്. എവിടെയാണ്? പാട്ടുരാക്കൽ ദേശം. തീർച്ചയായിട്ടും അതിന്റെ ആവേശമാണ് ഇപ്പോൾ. പിന്നല്ലേ നിങ്ങൾക്കും എവിടെയാ? ഇവിടുത്തെ പേരെങ്ങനെയാ? മുണ്ടൂര്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇല്ല, ലാസ്റ്റ് ടൈം ഉണ്ടായില്ല. ഈ വട്ടാണ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യണം. അടിപൊളി. ഫുൾ ഓൺ. തീർച്ചയായും ഈ ഓണത്തിന്റെ ഒക്കെ ഒരു ആവേശം, പുലികളൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ട്. പുലിക്കളി നാർക്കളിയാണ്. പുലിക്കുട്ടികളെ നിൽക്കല്ലേ നമ്മൾ തകർത്ത് തുടങ്ങി. പിന്നെ റൗണ്ടിലെത്തുന്നതിന് മുമ്പേ തകർത്ത് തുടങ്ങിയത്.
തീർച്ചയായും ഇങ്ങനെ റൗണ്ടിലൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ വലിയ ആവേശത്തിൽ ഇങ്ങനെ എന്താ പറയുക മുഴുവൻ ആവേശത്തിൽ ഇവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതിൽ വലിയ ആവേശം, പ്രത്യേകിച്ച് 9 സംഘങ്ങളുണ്ട്. സ്വരാജ് റൗണ്ട് മുഴുവൻ ഇപ്പോൾ വാഹനങ്ങൾ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ സ്ഥലത്തും ആളുകൾ ഇങ്ങനെ ഈ പുലികളെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അജിംഷാദ്. വലിയ ഈ ഇത്തവണ പല വിധത്തിലുള്ള പ്രത്യേകതകളുണ്ടല്ലോ. മെറ്റാലിക് പുലി, പിന്നെ ഡിജിറ്റൽ പുലി, 3D എഫക്റ്റ്. അതുമാത്രമല്ല ഈ മാർക്കിടുന്ന സ്ഥലങ്ങളിൽ ഒഴികെ പുലിയുടെ കുടകൾ ചൂടുന്ന പ്രത്യേക സ്റ്റൈൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പുലിയുടെ കുട, ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പ്രത്യേകതകൾ കൂടിയുണ്ട് ചേർത്ത് വെക്കാൻ. അജിംഷാദ്, ഓരോ ദേശക്കാരും വലിയ സസ്പെൻസ്, നമുക്ക് തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇത് അവിടെ എത്തിയിട്ടാണ് പലരും ഒന്ന് പുറത്തെടുക്കുക. ഇത് അത്ര വലിയൊരു വാശിയേറിയ മത്സരമാണ്. ഓരോ ദേശങ്ങളും ഇത്തരത്തിലുള്ള ഓരോ സസ്പെൻസുകൾ കൂടി ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചാണ് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതാ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു പുലിയുടെ ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പൂർണ്ണമായി തൃശ്ശൂർ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക്, ഓണം, തൃശ്ശൂർക്കാർക്ക് ഓണം അവസാനിക്കുന്നത് എന്നാണ്. ആ ഒരു ആവേശം നമുക്ക് എല്ലാ ഭാഗത്തും, ഞാനിപ്പോൾ വരുന്നത് ഏതാണ്ട് പാട്ടുരായ്ക്കൽ നിന്ന് 2 കിലോമീറ്ററോളം നടന്നാണ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 2 കിലോമീറ്ററിലും ഇതുപോലെ ആളുണ്ട്. സ്വരാജ് റൗണ്ടിലാവട്ടെ കൂടുതൽ ആളുകൾ, എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആവേശം, പുരാവേശം പോലെ തന്നെ മറ്റൊരാവേശം, പുലി ഇറങ്ങിയിരിക്കുന്നു നഗരത്തിൽ. അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത്. അജിംഷാദ്. തീർച്ചയായും പുലികൾ പലവിധമാണ്. ഈ നമ്മൾ കാണുമ്പോൾ ഈ വരയൻ പുലി, അതായത് കടുവയുടേത്, പുള്ളിപ്പുലി, പിന്നീട് ജാഗ്വാർ മോഡലുള്ള പുലിയുടെ ചിത്രങ്ങൾ, പിന്നെ അത് മാത്രമല്ല കരിമ്പുലിയെയും കാണാം അല്ലേ, കറുത്ത പുലിയെയും. അപ്പോൾ ഇതിനൊരു മാനദണ്ഡമില്ല, പുലിയാകണമെന്നേ ഉള്ളൂ അല്ലേ? സോറി, ഉണ്ട്.